കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലത്തിന്റെ കലാസാഹിത്യ വളർച്ചയുടെ ചരിത്രം. കേരളവർമ്മ വലിയകോയി തമ്പുരാന്റെ മയൂര സന്ദേശത്തിൽ അഷ്ടമുടിക്കായൽ, കൊല്ലം പട്ടണം, ആശ്രാമം, ആനന്ദവല്ലീശ്വരം തുടങ്ങിയ സ്ഥലങ്ങളെ വർണ്ണിക്കുന്നുണ്ട്. ഇളയടത്ത് നാട്, കുന്നത്തൂർ, കുളത്തുപുഴ, പത്തനാപുരം, പുനലൂർ, മടത്തറ, ചവറ തുടങ്ങിയ ഏതാനും സ്ഥലങ്ങളും ആധുനിക സന്ദേശകാവ്യങ്ങളിൽ വർണ്ണിക്കപ്പെടുന്നു. വേണാട്ട് രാജാവായ സംഗ്രാമധീര രവിവർമ്മ കുലശേഖരന്റെ കാലത്ത് കൊല്ലം സാംസ്കാരികമായി ഏറെ വികാസം നേടി. സമുദ്രബന്ധൻ, കവിഭൂഷൺ തുടങ്ങിയ വിസ്തൃത പണ്ഡിതന്മാരും കവികളും അന്ന് രാജസദസ്സിനെ അലങ്കരിച്ചിരുന്നു. പ്രത്യുജ്ഞദ്യുതയം എന്ന സംസ്കൃത നാടകത്തിന്റെ കർത്താവായ രവിവർമ്മ അറിയപ്പെടുന്ന സംഗീതജ്ഞൻ കൂടിയായിരുന്നു. സാഹിത്യ വിദ്യാ വിചക്ഷണൻ, ദക്ഷിണ ഭോജരാജൻ തുടങ്ങിയ വിശേഷണങ്ങൾ ഈ കൃതിയിൽ രവിവർമ്മയ്ക്ക് നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായും സാമൂഹ്യമായും കൊല്ലം ഇക്കാലത്ത് പുരോഗതി നേടിയതായി പറയാം. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന ചൊല്ല് ഇക്കാലത്താണ് ഉണ്ടായതായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. ആദിത്യവർമ്മ സർവാംഗനാഥന്റെ ഭരണകാലം കൊല്ലത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ അവിസ്മരണീയമാണ്. ഉണ്ണിനീലി സന്ദേശത്തിലെ സന്ദേശഹരനായ ആദിത്യവർമ്മയുടെ കലാസിദ്ധികൾ ഈ കാവ്യത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഇന്ന് വിശ്വകലയായി വളർന്നു വികസിച്ചിട്ടുള്ള കഥകളിയുടെ ജന്മദേശം കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര രാജകുടുംബാംഗമായ ബാലവീര കേരളവർമ്മ രചിച്ച രാമനാട്ടമാണ് പിന്നീട് കഥകളിയായി വികസിച്ചത്. ഒരിക്കൽ കൊട്ടാരക്കര തമ്പുരാൻ കോഴിക്കോട്ട് മാനവേതര രാജാവിന്റെ കൃഷ്ണനാട്ട സംഘത്തെ ഒരു അടിയന്തരം പ്രമാണിച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. എന്നാൽ കൃഷ്ണനാട്ടം കണ്ട് രസിക്കാൻ കഴിവുള്ളവർ തെക്കൻ നാട്ടിൽ ഇല്ലെന്ന് പറഞ്ഞ് സാമൂതിരി ആ ക്ഷണം നിരസിച്ചു. അതിൽ വാശി തോന്നിയ കൊട്ടാരക്കര തമ്പുരാൻ കൃഷ്ണനാട്ടത്തിന് പകരം രാമനാട്ടം നിർമ്മിച്ച് നിശ്ചിത ദിവസം തന്നെ രംഗത്ത് അവതരിപ്പിച്ചു. രാമനാട്ടത്തിന്റെ ഉത്ഭവത്തെപ്പറ്റിയുള്ള ഈ ഐതിഹ്യം പ്രസിദ്ധമാണ്. AD 1653 1694 ഇടയ്ക്കാണ് രാമനാട്ടം രചിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കലാസാഹിത്യ രംഗത്ത് ഈ പാരമ്പര്യം തുടരാൻ കൊല്ലത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മലയാള മഹാകാവ്യമായ രാമചന്ദ്രവിലാസം രചിച്ച അഴകത്ത് E പത്മനാഭക്കുറുപ്പ്, KC കേശവപിള്ള, CS സുബ്രഹ്മണ്യം പോറ്റി, CV കുഞ്ഞിരാമൻ, പന്നിശ്ശേരി നാണുപിള്ള, മുഴങ്ങോട്ടുപിള്ള കൃഷ്ണപിള്ള, ഇളംകുളം കുഞ്ഞമ്പിള്ള, ശൂരനാട്ട് കുഞ്ഞമ്പിള്ള, പുളിമാന പരമേശ്വരൻപിള്ള, പരവൂർ കേശവനാശാൻ, ലളിതാംബിക അന്തർജനം, പട്ടത്തുപിള്ള കരുണാകരൻ, കടവൂർ ചന്ദ്രൻപിള്ള തുടങ്ങി അനേകം പേർ കൊല്ലത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ അവിസ്മരണീയരാണ്. EV കൃഷ്ണപിള്ളയുടെ ജന്മദേശം കുന്നത്തൂരാണ്. S കുത്തൻ നായർ, ONV കുറുപ്പ്, ദേവരാജൻ മാസ്റ്റർ, K സുരേന്ദ്രൻ, തിരുനെല്ലൂർ കരുണാകരൻ, പുനലൂർ ബാലൻ, പത്മന രാമചന്ദ്രൻ നായർ, P സുബ്ബയ്യ പിള്ള, പഴവിള രമേശൻ, പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ, കുരീപ്പുഴ ശ്രീകുമാർ തുടങ്ങി പ്രശസ്തരായ ധാരാളം സാഹിത്യകാരന്മാർക്ക് കൊല്ലം ജില്ല ജന്മം നൽകിയിട്ടുണ്ട്. മലയാള കവിതയുടെ മണിനാഥമായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ള അന്ത്യനിദ്ര കൊള്ളുന്നത് കൊല്ലത്താണ്. ഉളങ്കാടകം ശ്മശാനത്തിന് മുന്നിൽ കവിക്ക് സ്മാരകമുണ്ട്. KPACയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ നടന്നത് പുനലൂരാണ്. അഡ്വക്കേറ്റ് പുനലൂർ N രാജഗോപാലൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു ഇത്. സംഗീത നാടക അഭിനേതാവായിരുന്ന ഓച്ചിറ വേലിക്കുട്ടി, പ്രശസ്ത കഥകളി നടനായിരുന്ന ഓയൂർ കൊച്ചുഗോവിന്ദപിള്ള, ചലച്ചിത്ര രംഗത്തെ മിന്നും താരങ്ങളായിരുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായർ, ഭരത് മുരളി, ജയൻ, കഥാപ്രസംഗ രംഗത്തെ അതികായകരായിരുന്ന B സാംബശിവൻ, ചലച്ചിത്ര നിർമ്മാണത്തിന് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള K രവീന്ദ്രനാഥൻ നായർ, ചലച്ചിത്രത്തിലെ ശബ്ദമിശ്രണത്തിന് ഓസ്കാർ അവാർഡ് നേടിയ റസൂൽ പൂക്കുട്ടി തുടങ്ങിയ അനേകം പ്രതിഭകൾക്ക് കൊല്ലം ജില്ല ജന്മം നൽകിയിട്ടുണ്ട്. കൊട്ടാരക്കര പുളി പോലെ കൊല്ലം ജില്ലയ്ക്ക് സ്വന്തമായ ചില നാട്ടറിവുകളുമുണ്ട്. കേരളത്തിലെ വൻകിട ജലസേചന പദ്ധതികളിലൊന്നായ കല്ലട പദ്ധതിയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നു. പരിസ്ഥിതിക്ക് കോട്ടം വരാത്ത വിധത്തിൽ കാനന ഭംഗി ആസ്വദിക്കുന്നതിനും വനയാത്ര നടത്തുന്നതിനുമുള്ള സൗകര്യം ഇവിടെയുണ്ട്. പ്രസിദ്ധമായ പാലരുവി ജലപാതം ഇതിനടുത്താണ്. കായൽ ടൂറിസം ഒരു വ്യവസായമെന്ന നിലയിൽ കൊല്ലം ജില്ലയിൽ പുരോഗതി നേടിയിട്ടുണ്ട്. സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ചട്ടമ്പിസ്വാമികളുടെ സമാധി പീഠം പത്മനയിലാണ്. വള്ളിക്കാവിലെ മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമം കൊല്ലം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യം അച്ചടി നടപ്പായത് കൊല്ലത്താണ്. ഫ്രാൻസിസ് സേവിയറിന്റെ ഒരു ലഘുഗ്രന്ഥത്തിന്റെ പരിഭാഷയായ തമിഴ് കൃതി കൊല്ലത്തെ ദിവ്യരക്ഷകന്റെ കലാലയത്തിൽ 1578 ഒക്ടോബർ 20 തീയതി
അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. ഇതിന്റെ ഒരു പ്രതിയെ ഇന്ന് ഉള്ളൂ. അത് അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഇരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യം അച്ചടി ആരംഭിച്ചത് ഗോവയിലാണ്. 1556 മറാത്തിയിലും കൊങ്കണിയിലുമായിരുന്നു അച്ചടി. പക്ഷേ ഇതിൽ ഉപയോഗിച്ചത് റോമൻ ലിപിയാണ്. ഒരു ഇന്ത്യൻ ലിപിയിൽ ആദ്യം അച്ചടിച്ചത് കൊല്ലത്താണ് എന്ന കാര്യം ഇന്ത്യയിലെ അച്ചടി ചരിത്രത്തിൽ തന്നെ എടുത്തു പറയേണ്ട വസ്തുതയാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.